ഓക്കെ, അപ്പോൾ പ്രിയ വിദ്യാർത്ഥികളെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. പിന്നെ ഇന്ന് നമ്മൾ വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് ഇന്ന് വൈകുന്നേരം നടക്കുന്ന എക്സാമിനേഷനിലേക്ക് 20 മാർക്കിന്റെ പരീക്ഷയാണ് ഉണ്ടാവുക. ഓൺലൈനാണ്. പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഗൂഗിൾ ഫോമിലാണ് പരീക്ഷ ഉദ്ദേശിക്കുന്നത്. ഗൂഗിൾ ഫോം നിങ്ങൾക്കൊരു ലിങ്ക് തരും. ആ ലിങ്കിൽ എന്ത് ചെയ്യുന്നു, നിങ്ങൾ പിന്നെ 1 വേർഡ് ക്വസ്റ്റ്യൻസും അതുപോലെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ ടൈപ്പ് ചെയ്ത് എന്ത് ചെയ്യുന്നു, കറക്റ്റാക്കി വെക്കുന്നു. ഓക്കെ, അതാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പുതിയൊരു മെത്തേഡാണ് നമ്മൾ പരീക്ഷിക്കുന്നത്. അപ്പം സാധാരണ ചെയ്യുന്നത് എന്താ വെച്ചാൽ, മറ്റുള്ളവരൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻസ് ഓൺലൈനായിട്ടാണ്. ഓക്കെ, വാട്സാപ്പിൽ ഞാൻ ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തരും. അപ്പോൾ നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കയറി 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് അതിൽ തന്നെ ടൈപ്പ് ചെയ്യുന്ന രൂപത്തിലാണ് നമ്മൾ പുതിയൊരു പരീക്ഷ നടത്തി വെക്കണം. സക്സസ് ആവുമെങ്കിൽ. മറ്റത് ഉള്ളൊരു കുഴപ്പം എന്താ വെച്ചാൽ, നിങ്ങൾ അതിന്റെ ആൻസർ ഷീറ്റ് ഇങ്ങോട്ട് അയച്ചു തരും. അതിന് 3-4 ഷീറ്റ് ഉണ്ടാവും. അത് ഓരോരുത്തരുടെയും വേറെ വേറെ നോക്കിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓക്കെ, അതുകൊണ്ട് പുതിയൊരു സിസ്റ്റം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് എളുപ്പമായിരിക്കും, പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പൊ നമ്മള് ഇന്നത്തെ സെഷനിൽ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഇതിൽ നമ്മളിപ്പം രണ്ട് ചാപ്റ്ററുകളാണ് ഇതുവരെ നമ്മൾ കഴിഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിൽ ഒന്നാമത്തെ ചാപ്റ്ററാണ് ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റം ആൻഡ് റോൾ ഓഫ് മെഡിക്കൽ ഡിവൈസസ്. ഒരു ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റത്തില് പിന്നെ അതുപോലെ തന്നെ മെഡിക്കൽ ഡിവൈസസിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഒന്നാമത്തെ യൂണിറ്റ് നമ്മൾ പഠിച്ചത്. ഓക്കെ, അപ്പൊ ഇതില് എന്താണ്, the department which offers facilities. Yes, first question, the department which offers facilities for the diagnosis and treatment of various heart diseases. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പൊ ഒന്നാമത്തെ ചോദ്യം എന്താണ്, ഹൃദയ ഡിസീസ് അല്ല ഹാർട്ട് ഡിസീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഏതാണ്? കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, പിന്നെ അതുപോലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഗീവ് എ ബ്രീഫ് നോട്ട് ഓൺ എനി 5 മേജർ ഡിപ്പാർട്ട്മെന്റ്സ് സീൻ ഇൻ എ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലിലെ നിങ്ങൾക്കറിയാവുന്ന 5 പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളുടെ പേര് എഴുതി വിശദീകരിക്കാനാണ് പറയുന്നത്. 5 മാർക്കാണുള്ളത്. അപ്പോൾ ഓരോന്നിനും ഒരു സെന്റൻസ് എഴുതിയാൽ മതി. ഫോർ എക്സാമ്പിൾ കാർഡിയോളജിയെ സംബന്ധിച്ച് എന്ത് ചെയ്യുക, അപ്പൊ ആദ്യം 5 ലിസ്റ്റ് ചെയ്യുക, 5 ഡിപ്പാർട്ട്മെന്റ് ലിസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഓരോന്നിനെ കുറിച്ചും എന്ത് എഴുതാം. ഫോർ എക്സാമ്പിൾ നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ പഠിച്ചിട്ടുള്ള കുറെ ഡിപ്പാർട്ട്മെന്റ് അല്ലേ. കാഷ്വാലിറ്റിയെ കുറിച്ച് നമുക്ക് പറയാം. സ്ക്രീനിൽ കാണുന്നെന്ന് വിചാരിക്കുന്നു. കാഷ്വാലിറ്റിയെ കുറിച്ച് നമുക്ക് പറയാം. പിന്നെ അതുപോലെ അനസ്തെഷ്യ കുറിച്ച് പറയാം, കാർഡിയോളജിയെ കുറിച്ച് പറയാം, പിന്നെ ക്രിട്ടിക്കൽ കെയർ അതായത് ICUവിനെ കുറിച്ച് പറയാം, പിന്നെ ENT ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് നമുക്ക് പറയാം, പിന്നെ ഏതാണ് ഗ്യാസ്ട്രോ എൻട്രോളജിയെ കുറിച്ച് പറയാം, പിന്നെ ജനറൽ സർജറി. ഓക്കെ, അപ്പൊ ഇതേപോലെയുള്ള പിന്നെ എന്താണ് പറയുക, ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് എന്ത് ചെയ്യണം, നമ്മൾ പറയണം. അപ്പൊ ഓരോന്നിനെ കുറിച്ചും ഓരോ പേര് പറയുക, ഓരോന്നിന്റെ പേര് പറയുക. അതോടൊപ്പം തന്നെ എന്താണ് അതിന്റെ ഒരു മിനിമം ലെവൽ. ഇപ്പൊ കാർഡിയോളജി എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം. അപ്പൊ എഴുതേണ്ട എങ്ങനെയാണ്, ഒരു ഉദാഹരണം പറഞ്ഞാൽ കാർഡിയോളജി 2 കുത്തിടുക. എന്നിട്ട് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ഫോർ ദ ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് വേരിയസ് ഹാർട്ട് ഡിസീസസ്. അതായത് ഹൃദയ സംബന്ധമായ അസുഖങ്ങളെ, നിങ്ങൾക്കത് മലയാളത്തിലോ ഇംഗ്ലീഷിലോ എഴുതാം. പക്ഷെ ഇവിടെ നമ്മൾ ഗൂഗിൾ ഫോം ആയതുകൊണ്ട് ഇംഗ്ലീഷിൽ എഴുതുന്നതാണ് ബെറ്റർ. നിങ്ങൾ മലയാളത്തിൽ എഴുതാനും കുഴപ്പമൊന്നുമില്ല, എനിക്ക് കാണാൻ പറ്റും, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഡിപ്പാർട്ട്മെന്റ് വിച്ച് ഓഫേഴ്സ് ഫെസിലിറ്റീസ് ഫോർ ദ ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് വേരിയസ് ഹാർട്ട് ഡിസീസ്, അതാണ് നമ്മൾ കാർഡിയോളജി എന്ന് പറയുന്നത്. അപ്പൊ അതേപോലെ 5 എണ്ണത്തിനാണ് എഴുതുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ, മെൻഷൻ ദ ഫങ്ഷൻസ് ഓഫ് PHC. പ്രൈമറി ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റം, അതുപോലെ സെക്കൻഡറി ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റം, ടെർഷ്യറി ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റംസ്. ഇത് നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ ചിത്രം കാണുന്നുണ്ടോ അല്ലെ? ലെവൽസ് ഓഫ് എ ഹെൽത്ത് കെയർ സിസ്റ്റം. അതായത് നമ്മുടെ ഇന്ത്യയിലെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിന് 3 ലെവലുകളാണ് സാധാരണ ഉള്ളത്. അപ്പൊ അതിന് പറയും പ്രൈമറി ഹെൽത്ത് സെന്റർ എന്ന് പറയും, ഹെൽത്ത് കെയർ എന്ന് പറയും, പിന്നെ സെക്കൻഡറി ഹെൽത്ത് കെയർ എന്ന് പറയും, ടെർഷ്യറി ഹെൽത്ത് കെയർ. പ്രൈമറി ഹെൽത്ത് കെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ, നമ്മുടെ നാട്ടിലുള്ള
പിന്നെ നമ്മുടെ ഈ ഒരു പഞ്ചായത്തിലുള്ള ഏറ്റവും ചെറിയ ഹോസ്പിറ്റൽ, ഗവൺമെന്റ് ഹോസ്പിറ്റൽ, അതായത് നമ്മൾ പറയുന്നത് ഹെൽത്ത് സെന്ററുകൾ എന്ന് പറയും അല്ലെ. അടുത്താണ് സെക്കൻഡറി ഹെൽത്ത് കെയർ. സെക്കൻഡറി ഹെൽത്ത് കെയറിന് കുറച്ചുകൂടി ലെവൽ കൂടുതലാണ് അല്ലെ. അപ്പൊ അതിൽ കുറച്ചുകൂടി കൂടുതൽ കാര്യങ്ങൾ, കൂടുതൽ ബെഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, കിടത്തി ചികിത്സിക്കാനുള്ള കഴിവുകളുണ്ടാവും. സ്പെഷ്യലൈസേഷൻ ഏരിയകൾ ഉണ്ടാവില്ല എന്നുള്ളത്. ഇപ്പൊ സെക്കൻഡറി ഹെൽത്ത് കെയറിന് ഒരു ഉദാഹരണമാണ് നമ്മുടെ പിന്നെ എന്താണ് പറയുക, ബ്ലോക്ക് ലെവലുള്ള കമ്മ്യൂണിറ്റി ഹെൽത്ത് ക്ലിനിക്കുകൾ, അതുപോലെ ജില്ലാ ആശുപത്രികൾ, നമ്മളെ കോട്ടപ്പറമ്പ് ആശുപത്രികളൊക്കെ എന്താണ് സെക്കൻഡറി ഹെൽത്ത് കെയറിൽ വരുന്ന ഹോസ്പിറ്റലുകൾ. മൂന്നാമത്താണ് ടെർഷ്യറി ഹെൽത്ത് കെയർ. ടെർഷ്യറി ഹെൽത്ത് കെയർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഏറ്റവും കൂടുതൽ പിന്നെ ഫെസിലിറ്റി ഉള്ള ഹോസ്പിറ്റൽ, അതായത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. ഓരോ സെക്ഷനും പ്രത്യേകം, കാർഡിയോളജിക്ക് പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, അതുപോലെ ഓർത്തോ എല്ലുമായി ബന്ധപ്പെട്ടതിന് പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, പിന്നെ അതുപോലെ ഗൈനക്കോളജി പ്രസവവുമായി ബന്ധപ്പെട്ട ഗൈനക്കോളജി ലേബർ ഡിപ്പാർട്ട്മെന്റ് വരണം. ഇങ്ങനെ ഓരോന്നിനും ഓരോ സ്പെഷ്യലൈസേഷൻ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ അത്തരം ഹോസ്പിറ്റലുകൾ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്ന് പറയും. ഉദാഹരണം മൈത്ര ഹോസ്പിറ്റൽ, പിന്നെ അതുപോലെ മിംസ് ഹോസ്പിറ്റല്, പിന്നെ PVS ഹോസ്പിറ്റല്, നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ്, ഇതൊക്കെ എന്താണ് ടെർഷ്യറി ഹെൽത്ത് കെയർ സിസ്റ്റത്തിന് ഉദാഹരണങ്ങളാണ്. ഓക്കെ, ഇപ്പൊ ഇത്രയാണ് അതിൽ പറയാനുള്ളത്. അപ്പം പിന്നെ ഈ ഓരോന്നിന്റെ ഫങ്ഷൻസ് എന്താ എഴുതണം. മെൻഷൻ ദ ഫങ്ഷൻസ് ഓഫ് PHC എന്ന് പറഞ്ഞാൽ ഏതാണ് എഴുതേണ്ടത്? ഫോർ എക്സാമ്പിൾ കണ്ടോ, പ്രൈമറി ഹെൽത്ത് കെയർ, ഇതിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. പ്രൊവിഷൻ ഫോർ മെഡിക്കൽ കെയർ, മെറ്റേണൽ ഹെൽത്ത് ചൈൽഡ് കെയർ, സേഫ് വാട്ടർ സപ്ലൈ, പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ലോക്കലി എപ്പിഡമിക് ഡിസീസസ്, കളക്ഷൻ ആൻഡ് റിപ്പോർട്ടിംഗ് ഓഫ് വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പൊ ഇതേപോലെ ഓരോന്നിനുണ്ട്. പ്രൈമറിക്കുണ്ട്, പിന്നെ അതുപോലെ സെക്കൻഡറിക്കുണ്ട്. ഓക്കെ, സെക്കൻഡറി ഹെൽത്ത് കെയർ സിസ്റ്റത്തിനുണ്ട്, അതുപോലെ ടെർഷ്യറി ഹെൽത്ത് കെയർ സിസ്റ്റത്തിനുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ഉള്ളതാണ് അതിനെക്കാട്ടിലും, അതായത് പ്രൈമറിയെക്കാട്ടിലും ചെറുതായിട്ടുള്ള സാധനമാണ് സബ് സെന്ററുകൾ. സബ് സെന്ററിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് വരാം ഇല്ലേ. അപ്പൊ ഇങ്ങനെ ഇതിനെ കുറിച്ച് വിശദീകരിക്കാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് മൂന്ന് ക്വസ്റ്റ്യൻ നമ്പർ 3, 4, 5 ഒക്കെ എന്ത് ചെയ്തു, ആ രൂപത്തിൽ കഴിഞ്ഞു. ഇനി ഉള്ളതൊരു എക്സാമ്പിൾ ആണ്. PHC പ്രൈമറി ഹെൽത്ത് കെയർ സെന്ററിന് ഉദാഹരണം ഞാൻ പറഞ്ഞു. ഏതാണ് നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ എന്നാണ്. പിന്നെ സെക്കൻഡറിക്കുള്ള ഉദാഹരണം നമ്മുടെ ജില്ലാ ആശുപത്രി, പിന്നെ അല്ലെങ്കിൽ ജനറൽ ഹോസ്പിറ്റൽ. ടെർഷ്യറി TPHCD എന്ന് പറഞ്ഞാൽ ടെർഷ്യറി ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റം അല്ലെ, ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റം ടെർഷ്യറി ആണ്. അപ്പം പിന്നെ ടെർഷ്യറി ഉദ്ദേശിക്കുന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഒരു ഉദാഹരണമാണ്. അപ്പൊ ഇത്രയും കഴിഞ്ഞാൽ എന്തായി, നമ്മുടെ യൂണിറ്റ് 1 കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞ ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിസിറ്റി ആൻഡ് ഇലക്ട്രോണിക്സ്, അതിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ച രണ്ടാമത്തെ ചാപ്റ്റർ. ഇത് കുറച്ച് ലോങ് ആണ്, എന്നാലും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തായാലും നമ്മൾ വൈകുന്നേരത്തെ പരീക്ഷയ്ക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ മക്കളെ? അപ്പൊ ഇത് ഈ ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഞാൻ വേണം ഒന്നുകൂടി അയച്ചു തരാം. എന്നാൽ അതെന്ത് ചെയ്യണം, നിങ്ങളുടെ നോട്ട്സ് നോക്കിയിട്ട് നിങ്ങൾ അത് പഠിക്കണം. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. താഴെ തന്നിരിക്കുന്നതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാലൻസ് ഇലക്ട്രോൺ ഇസ് സിറ്റുവേറ്റഡ് ഫസ്റ്റ് ഓർബിറ്റ്, മിഡിൽ ഓർബിറ്റ്, ഔട്ടർമോസ്റ്റ് ഓർബിറ്റ്, ന്യൂക്ലിയസ്. ഫസ്റ്റിലാണോ, സെക്കൻഡിലാണോ, ഔട്ടർമോസ്റ്റിലാണോ, ന്യൂക്ലിയസിലാണ്? വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറയുന്ന ഓർബിറ്റ് എന്ന് പറയുമ്പോൾ മെഡിക്കലിന്റെ ഒരു ബോർ ഡയഗ്രാം പഠിക്കാറില്ലേ. അപ്പൊ വാലൻസ് എന്ന് പറയുന്നത് സാധാരണ ഏതാണ്, ഔട്ടർമോസ്റ്റ് ആണ്. അപ്പൊ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഇതാണ്, ഔട്ടർമോസ്റ്റ് ഓർബിറ്റ് ഓഫ് ആൻ ആറ്റം. അതാണ് എന്ത് പറയുന്നത്, അതിന്റെ വാലൻസ് ഇലക്ട്രോൺസ് അവിടെയാണ് ഉണ്ടാവുക. വാലൻസ് എന്ന് പറയുന്നത് തന്നെ എന്താണ്, ഏറ്റവും പുറത്തുള്ള ഇലക്ട്രോൺസ് എന്നാണ്. ഇപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ യൂണിറ്റ് ഓഫ് കറണ്ട്. കറണ്ടിന്റെ യൂണിറ്റ് എന്താണ്? ഇവിടെ വാട്ട്സ് ഉണ്ട്, വോൾസ് ഉണ്ട്, ഹെൻറി ഉണ്ട്, ആംപിയർ ഉണ്ട്. വാട്ട്സ് എന്തിന്റെ യൂണിറ്റ് ആണ്? പവറിന്റെ യൂണിറ്റ് ആണ്. വോൾട്ടിന്റെ യൂണിറ്റ് ആണ്. ഹെൻറി എന്നുള്ളത് പിന്നെ എന്തിന്റെ യൂണിറ്റ് ആണ്? ഇൻഡക്ടൻസിന്റെ യൂണിറ്റ് ആണ്. ആംപിയർ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. കറണ്ടിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ആംപിയർ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, എ വോൾട്ടേജ് വിൽ ഇൻഫ്ലുവൻസ് ദ കറണ്ട് ഓൺലി ഇഫ് ദ സർക്യൂട്ട് ഈസ് ഓപ്പൺ, ഇൻസുലേറ്റഡ്, ഹൈ റെസിസ്റ്റൻസ്, ക്ലോസ്ഡ്. അതായത് ഒരു സർക്യൂട്ട് വോൾട്ടേജ് വിൽ ഇൻഫ്ലുവൻസ്, അതായത് ഇപ്പൊ നമ്മളൊരു ബാറ്ററി ഒക്കെ കണക്ട് ചെയ്ത് ഒരു LED ഒക്കെ വർക്ക് ചെയ്യണമെങ്കിൽ എന്താവണം? സർക്യൂട്ട് ഷുഡ് ബി ക്ലോസ്ഡ് ആയിരിക്കണം അല്ലെ. ബാറ്ററിയുടെ കണക്ഷൻ എന്തായിരിക്കണം? രണ്ട് പൊളാരിറ്റിയിൽ എത്തണ്ടേ, ക്ലോസ് ചെയ്യണ്ടേ.
ബാറ്ററിയുടെ പോസിറ്റീവ് പിന്നെ സർക്യൂട്ടിന്റെ പോസിറ്റീവിൽ എത്തണം, ബാറ്ററിയുടെ നെഗറ്റീവ് സർക്യൂട്ടിന്റെ നെഗറ്റീവിൽ എത്തണം. അതിനാണ് നമ്മൾ ക്ലോസ്ഡ് സർക്യൂട്ട്സ് എന്ന് പറയാം. ഇപ്പൊ ബാറ്ററിയുടെ കേബിൾ എന്തായി പൊട്ടിപ്പോയി, ബാറ്ററിയുടെ കേബിൾ എന്ത് ചെയ്തു പൊട്ടിപ്പോയി. അപ്പൊ നമ്മൾ എന്താ പറയും, ഓപ്പൺ. അപ്പൊ ഓപ്പൺ ആകുമ്പോൾ പിന്നെ ആ സർക്യൂട്ട് വർക്ക് ചെയ്യോ? ഇല്ല. അതുപോലെ ഇൻസുലേറ്റഡ് ആണെങ്കിലും വർക്ക് ചെയ്യില്ല, ഹൈ റെസിസ്റ്റൻസ് ആണെങ്കിലും വർക്ക് ചെയ്യില്ല. എന്ത് മാത്രമേ ക്ലോസ്ഡ് ആയിരിക്കണം. അതായത് സർക്യൂട്ട് കംപ്ലീറ്റ് ആയാൽ മാത്രമേ എന്തുള്ളൂ, ഒരു വോൾട്ടേജ് സോഴ്സിൽ നിന്ന് അല്ലെങ്കിൽ ബാറ്ററിയിൽ നിന്ന് പവർ എടുത്തുകൊണ്ട് ഒരു എക്യുപ്മെന്റ് വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഈസ് ഇറ്റ് പോസിബിൾ ടു ഹാവ് എ കണ്ടീഷൻ വേർ ആൻ ഇലക്ട്രിക് കറന്റ് എക്സിസ്റ്റ് വിത്തൗട്ട് അക്കമ്പനിങ് എ വോൾട്ടേജ്? അത് വോൾട്ടേജ് ഇല്ലാതെ കറണ്ട് ഉണ്ടാവുമോ എന്നാണ് ചോദ്യം. ഇസ് ഇറ്റ് പോസിബിൾ ടു ഹാവ് എ കണ്ടീഷൻ വേർ എൻ ഇലക്ട്രിക് കറന്റ് എക്സിസ്റ്റ്, ഇലക്ട്രിക് കറണ്ട് സ്ഥിതി ചെയ്യുമോ വിത്തൗട്ട് അക്കമ്പനിങ് എ വോൾട്ടേജ്, വോൾട്ടേജ് ഇല്ലാതെ കറണ്ട് ഉണ്ടാവുമോ എന്നാണ് ചോദ്യം. എന്താണ്, വോൾട്ടേജ് ഇല്ലാതെ കറണ്ട് ഉണ്ടാവുമോ? ഇല്ല, വോൾട്ടേജ് ഇല്ലാതെ കറണ്ട് ഉണ്ടാവുകയില്ല. ഓക്കെ. എന്തുകൊണ്ടാണ്? കാരണം വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്, പ്രഷറാണ് അല്ലെ. പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു കണ്ടക്ടറിനുള്ളിലൂടെ നിങ്ങളുടെ ചിത്രം മനസ്സിലൊരു ചിത്രം ഉണ്ടാവും വിചാരിക്കുന്നു. ഒരു കണ്ടക്ടറിനുള്ളിലൂടെ ഒരാൾ കടന്നു പോകാൻ ശ്രമിക്കുമ്പോൾ അതിനെ കെട്ടിയിടാൻ വേണ്ടി ഒരു ഓം എന്നുള്ള ഒരാളും അതിലൂടെ പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് നമ്മുടെ വോൾട്ടേജ് അല്ലെ. ആ ചിത്രം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും വിചാരിക്കുന്നു. ചിത്രം ഓർമ്മ ഉണ്ടായാൽ മാത്രമേ ഇവിടെ ഈ ചിത്രം കാണുന്നുണ്ടോ? അപ്പൊ ഇതിലെന്താണ്, ആംബിയർ എന്നുള്ളത് അതിന്റെ ഉള്ളിലൂടെ പോകുന്ന സാധനമാണ് അല്ലെ. എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസ് ആണ്, ചാർജ് കാരിയേഴ്സ് ആണ്. അപ്പൊ ആ ചാർജ് കാരിയേഴ്സിന് അതിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഒരു ഫോഴ്സ് വേണം അല്ലെ. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, അതിന്റെ ഉള്ളിലൂടെ ഒരു പ്രഷർ വേണം. നമ്മൾ വാട്ടർ ടാങ്കിൽ വെള്ളം സ്റ്റോർ ചെയ്യുമ്പോൾ അതിലുണ്ടാകുന്ന പ്രഷർ പോലെ. അപ്പൊ ആ ഒരു അങ്ങനെ ഒരു പ്രഷറാണ് ആക്ച്വലി എന്ത് വോൾട്ടേജ് എന്ന് പറയുന്നത്. ആ വോൾട്ടേജ് കാരണമാണ് എന്ത് ചെയ്യുന്നത്, ഒരു കണ്ടക്ടറിനുള്ളിലൂടെ കറണ്ട് ഒഴുകുന്നത്. ആ ഒഴുക്കിനെ അല്ലെങ്കിൽ ആ ഫ്ലോന്, കറണ്ട് ഫ്ലോന് എഗൻസ്റ്റ് ആയിട്ടുള്ള ഓപ്പോസിംഗ് ഫോഴ്സിനാണ് നമ്മൾ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡിവൈസുകൾ നമ്മൾ റെസിസ്റ്ററുകൾ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം കറണ്ട് ഇല്ലാതെ വോൾട്ടേജ് ഇല്ല, അതാണ് അതിന്റെ ചോദ്യം. പിന്നെ ഡസ് ഇറ്റ് മേക്ക് സെൻസ് ടു സ്പീക്ക് ഓഫ് വോൾട്ടേജ് അറ്റ് എ സിംഗിൾ പോയിന്റ് ഓർ ബിറ്റ്വീൻ 2 പോയിന്റ്സ് ഓർ ബിറ്റ്വീൻ 3 പോയിന്റ്സ്? വോൾട്ടേജ് എപ്പോഴും നമ്മൾ പറയുന്നപ്പോഴും വിത്ത് റെസ്പെക്ട് ടു 2 പോയിന്റ്സ് ആണ് അല്ലെ. ഇപ്പൊ നമ്മളൊരു മൾട്ടിമീറ്റർ എടുത്തു, അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ എന്ത് ചെയ്തു, ഒരു മൊബൈലിന്റെ ചാർജർ പ്ലഗ് കുത്തുമ്പോൾ ഒരു പിന്ന് മാത്രം കുത്തിയാൽ മതിയോ? പോരാ. എന്ത് ചെയ്യണം, ആ 2 പിന്ന് അതിൻ്റെ ഉള്ളിൽ ശരിക്ക് കയറിയാൽ മാത്രമേ എന്തുള്ളൂ, വോൾട്ടേജ് കിട്ടുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം, ഡസ് ഇറ്റ് മേക്ക് സെൻസ് ടു സ്പീക്ക് ഓഫ് വോൾട്ടേജ് അറ്റ് സിംഗിൾ പോയിന്റ്? വോൾട്ടേജ് അറ്റ് സിംഗിൾ പോയിന്റ് എന്നുള്ള പോയിന്റ് ഇല്ല. എന്താണ്, വോൾട്ടേജ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് ആണ്. 2 പോയിന്റുകൾക്കിടയ്ക്കാണ് എന്ത് ചെയ്യുക, വോൾട്ടേജ് ഉണ്ടാവുക. ഓക്കെ. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻസ്, ഡോപ്പിംഗ് ഈസ് റിലേറ്റഡ് ടു, ഡോപ്പിംഗ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ് എന്തുമായി ബന്ധപ്പെട്ടതാണ്? സെമി കണ്ടക്ടർ. ഓക്കെ, സെമി കണ്ടക്ടറുമായി ബന്ധപ്പെട്ട വിഷയമാണ്. പിന്നെ ഏഴാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു, എന്താണ്, വാലൻസ് ഇലക്ട്രോൺസ് ഈസ് സിറ്റുവേറ്റഡ്, നമ്മൾ പറഞ്ഞതാണ്. എന്താണ്, വാലൻസ് ഇലക്ട്രോൺസ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റ് ഓഫ് എൻ ആറ്റം. ഒരു ഓർബിറ്റിന്റെ ഔട്ടർ മോസ്റ്റിലാണ് വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ടാവുക. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ഔട്ട് ഓഫ് ദ ഫോളോയിങ് ഇലക്ട്രോണിക് കമ്പോണന്റ് സെലക്ട് ദ ആക്റ്റീവ് കമ്പോണന്റ്. ആക്റ്റീവ് കമ്പോണന്റ്, ഇത് ആക്റ്റീവ് കമ്പോണന്റ് ഏതാണെന്ന് തരം തിരിക്കുക എന്നാണ് ചോദ്യം. റെസിസ്റ്റർ ഉണ്ട്, ഡയോഡ് ഉണ്ട്, കപ്പാസിറ്റർ ഉണ്ട്, ഇൻഡക്ടർ ഉണ്ട്, ട്രാൻസിസ്റ്റർ ഉണ്ട്, SCR ഉണ്ട്, FET ഉണ്ട്. ഇതില് ആക്റ്റീവ് കമ്പോണന്റും, അതായത് ആക്റ്റീവ് കമ്പോണന്റ് എന്താ നമുക്കറിയണം, അല്ലെങ്കിൽ പാസീവ് എന്താണെങ്കിലും അറിയണം. ഇതിലുള്ള പാസീവ് കമ്പോണന്റുകൾ എന്താണ്, റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഇൻഡക്ടർ. റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഇൻഡക്ടർ എന്നിവ പാസീവാണ്. അപ്പോൾ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എന്തായിരിക്കും, അതായത് ഡയോഡ്, ട്രാൻസിസ്റ്റർ, SCR, FET എന്നിവയൊക്കെ എന്താണ്, ആക്റ്റീവ് കമ്പോണന്റുകളാണ്. ഓക്കെ. അടുത്ത 9ാം ക്വസ്റ്റ്യൻ, ചൂസ് ഓഡ് വൺ. ഇതിൽ വ്യത്യസ്തമായ സംഭവം ഏതാണ്? റെസിസ്റ്റർ ഉണ്ട്, കപ്പാസിറ്റർ ഉണ്ട്, ഇൻഡക്ടർ ഉണ്ട്, LED ഉണ്ട്.
നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഇത് മൂന്നും, അതായത് എ ബി സി റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഇൻഡക്ടർ എന്നിവ എന്താണ്, പാസീവ് കമ്പോണന്റ് ആണ്. ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്, ഡയോഡിന്റെ മറ്റൊരു വേർഷനാണ് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. LED എന്താണ്, ആക്റ്റീവ് ഡിവൈസ് ആണ്. അപ്പം ചൂസ് ദ ഓഡ് വൺ എന്ന് പറഞ്ഞാൽ അതിൽ വ്യത്യസ്തമായ ഏതാണുള്ളത്, ഈ LED ആണ് സെലക്ട് ചെയ്യേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, നെയിം ദ ആക്റ്റീവ് കമ്പോണന്റ് യൂസ്ഡ് ഫോർ മേക്കിംഗ് എ റെക്ടിഫയർ ആൻഡ് ആംപ്ലിഫയർ. ആംപ്ലിഫയറും റെക്ടിഫയർ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന, അതുപോലെ ആംപ്ലിഫയർ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ആക്റ്റീവ് കമ്പോണന്റ് ഏതാണ്? അപ്പൊ നിങ്ങൾ എഴുതണം, റെക്ടിഫയർ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ആക്റ്റീവ് കമ്പോണന്റ് ആണ് ഡയോഡ്. ആംപ്ലിഫയർ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ആക്റ്റീവ് കമ്പോണന്റ് ആണ് ട്രാൻസിസ്റ്റർ. ഓക്കെ. 11ാമത്തെ ക്വസ്റ്റ്യൻ, pulsating DC output of a rectifier can be converted into pure DC by using a capacitor filter circuit. അതായത് പ്യൂർ DC അല്ലാത്ത DCയെ നമ്മൾ റെക്ടിഫയർ ഉപയോഗിച്ചല്ലേ, ഇത് ഹാഫ് റെക്ടിഫയർ, ഫുൾ വേ റെക്ടിഫയർ ഒക്കെ നമ്മൾ ഉപയോഗിച്ചു. അപ്പൊ നമ്മൾ അത് ഉപയോഗിച്ച സമയത്ത് നമുക്ക് കൃത്യമായിട്ടുള്ള പ്യൂർ ആയിട്ടുള്ള ഡയറക്റ്റ് കറണ്ട് കിട്ടിയില്ല. ഇങ്ങനെ വേവ് ഫോം, പോസിറ്റീവ് നെഗറ്റീവ് വേവ് ഫോമാണ് ഉണ്ടാവുക. അപ്പൊ അതിനെ പ്യൂർ വേവ് ഫോം ആക്കാൻ ഉപയോഗിക്കുന്ന സർക്യൂട്ട് ഏതാണ്? അപ്പൊ നമുക്ക് പറയാം, കണക്ടിങ് എ കപ്പാസിറ്റർ ഫിൽട്ടർ സർക്യൂട്ട്. 12ാമത്തെ ക്വസ്റ്റ്യൻ, an active component used in rectifier is, റെക്ടിഫയറിൽ ഉപയോഗിക്കുന്ന ആക്റ്റീവ് കമ്പോണന്റ് ഏതാണ്? ഡയോഡ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫോർ വിഷ്വലൈസിംഗ് എ വേവ് ഫോം, ഒരു വേവ് ഫോം കാണാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഫോർ വിഷ്വലൈസിംഗ് എ വേവ് ഫോം CRO ഇൻസ്ട്രുമെന്റ് ഈസ് യൂസ്ഡ്, അല്ലെങ്കിൽ ഡിജിറ്റൽ സ്റ്റോറേജ് ഓസിലോസ്കോപ്പ് ഈസ് യൂസ്ഡ്. 14ാമത്തെ ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് AC സോഴ്സ്. AC സോഴ്സിന് ഒരു ഉദാഹരണമാണ് എന്ത്? AC ജനറേറ്റർ. ഇതേപോലെ നമുക്ക് DC സോഴ്സിന് ഒരു ഉദാഹരണം പറയാം, എന്ത്? ബാറ്ററി. 15ാമത്തെ ക്വസ്റ്റ്യൻ, ഫോർ പ്രോപ്പർ വർക്കിംഗ് ഓഫ് എ ട്രാൻസിസ്റ്റർ, അതായത് ഒരു ട്രാൻസിസ്റ്റർ കറക്റ്റ് ആയിട്ട് ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഏതാണ് ആ കണ്ടീഷൻ? ഒന്ന് എ ആണ്, എമിറ്റർ ബേസ്ഡ് ജംഗ്ഷൻ ഈസ് ആൾവേസ് ഫോർവേഡ് ബയസ്ഡ്. രണ്ടാമത്തെ എന്താണ്? കളക്ടർ ബേസ്ഡ് ജംഗ്ഷൻ ഈസ് ആൾവേസ് റിവേഴ്സ് ബയസ്ഡ്. അപ്പൊ മോഡൽ എന്ത് വേണം? FB എന്ന് വരണം, താഴെ എന്ത് വരണം? RB എന്ന് വരണം. ഓക്കെ, FB എന്ന് പറഞ്ഞാൽ ഫോർവേഡ്, RB എന്ന് പറഞ്ഞാൽ റിവേഴ്സ് ബയസ്ഡ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ നീ വോൾട്ടേജ് ഓഫ് എ സിലിക്കൺ ഡയോഡ്. സിലിക്കൺ ഡയോഡ് ഓൺ ആവാനുള്ള വോൾട്ടേജ് എത്രയാണ്? അതാണ് നീ വോൾട്ടേജ് എന്ന് പറയുന്നത്. സിലിക്കൺ ഡയോഡ് ഓൺ ആവാനുള്ള വോൾട്ടേജ് എത്രയാണ്? 0.6 വോൾട്ടേജ് ആണ് സിലിക്കൺ ഡയോഡ്. ഇത് ജർമേനിയൻ ഡയോഡ് ആണെങ്കിൽ എത്ര ആയിരിക്കും? 0.3 വോൾട്ടേജ് ആയിരിക്കും. ഓക്കെ, വീണ്ടും സെയിം ക്വസ്റ്റ്യൻ, ചൂസ് ദ ഓഡ് വൺ ഔട്ട്. ഇതിലുള്ള ഓഡ് വണ്ണ് തിരിച്ചറിയുക എന്നുള്ളതാണ്. ഇതില് റെസിസ്റ്റർ മാത്രമേ പാസീവ് ഉള്ളൂ, അതുകൊണ്ട് റെസിസ്റ്റർ ആണ് എന്ത്? ഇതിന്റെ ഓഡ് വൺ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 18. V equal to IR represent a most commonly used law in the electrical circuit. Name the law. V equal to IR എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ സാധാരണ ഉപയോഗിക്കുന്ന ഒരു ലോ ആണ്. ആ എന്താണ്? നെയിം ദ ലോ. ആ ലോയുടെ പേരെന്താണ്? ലോയുടെ പേരെന്താണ്? ലോയുടെ പേരാണ് ഓംസ് ലോ എന്ന് പറയുന്നത്. ഓക്കെ, 19. ദ കമ്പോണന്റ് യൂസ്ഡ് സ്റ്റോർ ഇലക്ട്രിക് ചാർജ്. ഇലക്ട്രിക് ചാർജ് സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന കമ്പോണന്റ് ഏതാണ്? കപ്പാസിറ്റർ. ഓക്കെ, കപ്പാസിറ്റർ ഉപയോഗിച്ച് എന്ത് ചെയ്യാം? ഇലക്ട്രിക് ചാർജ് നമുക്ക് സ്റ്റോർ ചെയ്യാം. പിന്നെ നമുക്ക് അടുത്ത 2 ക്വസ്റ്റ്യൻസ് വേണമെന്നില്ല. ഓക്കെ, പിന്നെ നമുക്ക് തൽക്കാലം വേണമെന്നില്ല, അത് ഒഴിവാക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, നെയിം 23ാമത്തെ ക്വസ്റ്റ്യൻസ്. നെയിം ദ മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് പ്രസന്റ് ഇൻ പി ടൈപ്പ് സെമി കണ്ടക്ടർ. പി ടൈപ്പിലുള്ള മൈനോറിറ്റി എന്താണെന്നാണ് ചോദ്യം. പി എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ് അല്ലെ, അതായത് അപ്പൊ അതില് ഹോൾസ് ആയിരിക്കും മെജോറിറ്റി. പി എന്ന് പറഞ്ഞാൽ ഹോൾസ്, പി എന്ന് പറഞ്ഞാൽ പോസിറ്റീവ്, അപ്പൊ ഹോൾസ് ആയിരിക്കും മെജോറിറ്റി. അപ്പൊ അതിലെ മൈനോറിറ്റി കാരിയർ ആണ് എന്ത്? ഇലക്ട്രോൺസ്. ഇപ്പൊ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ആണെങ്കിൽ എൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസ്, നെഗറ്റീവ് ചാർജ്. നെഗറ്റീവ് ചാർജ് എന്താ? അപ്പൊ നെഗറ്റീവ് ചാർജ് എൻ ടൈപ്പിലാണെങ്കിൽ ഇലക്ട്രോൺസ് ആയിരിക്കും കൂടുതൽ, പി ടൈപ്പിലാണെങ്കിൽ ഹോൾസ് ആയിരിക്കും കൂടുതൽ. അപ്പൊ കുറവുള്ളത് ഏതാണോ അതാണോ മൈനോറിറ്റി കാരിയർ എന്ന് പറയുന്നത്. ദ ബേസ് ഓഫ് ദ ട്രാൻസിസ്റ്റർ ഈസ്
എന്താണ്? ദ ബേസ് ഓഫ് ദ ട്രാൻസിസ്റ്റർ ഈസ് എന്താണ്? മോഡറേറ്റ്ലി ഡോപ്ഡ് ആണോ, ഹെവിലി ഡോപ്ഡ് ആണോ, ലൈറ്റ്ലി ഡോപ്ഡ് ആണോ? എന്താണ്? ദ ബേസ് ഓഫ് ദ ട്രാൻസിസ്റ്റർ ഈസ് ലൈറ്റ്ലി ഡോപ്ഡ്. ഓക്കെ, അതാണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സെലക്ട് ദ കമ്പോണന്റ് വിച്ച് കറന്റ് കണ്ടക്ഷൻ ടേക്ക് പ്ലേസ് ഓൺലി ഡ്യൂ ടു മെജോറിറ്റി ഓഫ് ദ ഹോൾസ്. ഓക്കെ, ഇത് നമുക്ക് എടുത്തിട്ടില്ല തോന്നുന്നില്ല, അതിൽ ചാനൽ ആക്ടിവിറ്റി എടുത്തില്ലല്ലോ, ഇല്ല. ഓക്കെ, അത് വേണ്ട. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ദ നീ വോൾട്ടേജ് ഓഫ് ദ സിലിക്കൺ ഡയോഡ്? സിലിക്കൺ ഡയോഡിന്റെ നീ വോൾട്ടേജ് എത്രയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു, എത്ര? 0.6 വോൾട്ടേജ്. ഇനി അടുത്തത്, നെയിം ദ ലീഡ്സ് ഓഫ് പി എൻ പി ട്രാൻസിസ്റ്റർ. പി എൻ പി ട്രാൻസിസ്റ്ററിന്റെ ലീഡ്സ് എഴുതാനാ പറഞ്ഞിട്ടുള്ളൂ, വിശദീകരിക്കാൻ പറഞ്ഞിട്ടില്ല. ഏതൊക്കെയാണ്? എമിറ്റർ, ബേസ്, കലക്ടർ, 3 ടെർമിനൽ. ഓക്കെ, 29ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഇന്ത്യൻ പവർ ഗ്രിഡ്, ഓൺ ദ ഇന്ത്യൻ പവർ ഗ്രിഡ് ദ ആൾട്ടർനേറ്റീവ് വോൾട്ടേജ് ആസ് എ ഫ്രീക്വൻസി. ഇന്ത്യൻ കറണ്ടിൽ, അതായത് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന കറണ്ടിന്റെ ഫ്രീക്വൻസി എത്രയാണെന്നാണ് ചോദ്യം. ഫ്രീക്വൻസി എത്രയാണ്? 50 ഹെർട്സ് ആണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് ഇൻ എ പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി. അതായത് നമ്മൾ സെമി കണ്ടക്ടറിലേക്ക് ഡോപ്പിങ്ങിന് വേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്ന ഇമ്പ്യൂരിറ്റീസ് ആണ് പെന്റാവാലന്റും അതുപോലെ ട്രൈവാലന്റ്. പെന്റ എന്ന് പറഞ്ഞാൽ തന്നെ അതിനർത്ഥം എന്താ? 5 ആണ്, അല്ലേ? അപ്പൊ ദ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് ഇൻ എ പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി ഈസ് 5. ഓക്കെ, 31ാമത്തെ ക്വസ്റ്റ്യൻ, കറന്റ്, വോൾട്ടേജ് ആൻഡ് റെസിസ്റ്റൻസ് ആർ ദ 3 ഇമ്പോർട്ടന്റ് പാരാമീറ്റേഴ്സ് ഇൻ ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റിയിലെ 3 പാരാമീറ്ററുകളാണ് കറന്റ്, വോൾട്ടേജ്, റെസിസ്റ്റൻസ് എന്നിവ. നരേറ്റ് ദ റിലേഷൻ അമംഗ് ദം വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ലോ. ഒരു ലോയുടെ സഹായത്തോടെ എന്ത് ചെയ്യാം? ഒരു ലോയുടെ സഹായത്തോടെ എന്താണ് നിയമം വിശദീകരിക്കുക. ഏതാണ് ആ നിയമം ആദ്യം അറിയണം, അല്ലെ? കറണ്ട്, വോൾട്ടേജ്, റെസിസ്റ്റൻസ്. അതായത് കറണ്ട് എന്ന് പറയുന്നത് വി ഈക്വൽ ടു ഐ എന്ന് പറയുന്നത്, വി വോൾട്ടേജ് എന്ന് പറയുന്നത് വി, റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ആർ എന്ന് പറയുന്നത് IVR. ഇതുമായി 3മായി ബന്ധപ്പെട്ട ലോ ഏതാണ്? ഓംസ് ലോ. അപ്പൊ ഓംസ് ലോ വിശദീകരിക്കാനാണ് ഇവിടെ ആവശ്യപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, മെൻഷൻ എനി വൺ അപ്ലിക്കേഷൻ ഓഫ് റെസിസ്റ്റർ, കപ്പാസിറ്റർ ആൻഡ് ഡയോഡ്. റെസിസ്റ്ററിന്റെയും കപ്പാസിറ്ററിന്റെയും ഡയോഡിന്റെയും ഓരോ ഉപയോഗങ്ങൾ. എന്താണ് റെസിസ്റ്ററിന്റെ ഉപയോഗം? എന്നാണ് കറണ്ട് ലിമിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. കപ്പാസിറ്റർ എന്തിനു ഉപയോഗിക്കുന്നു? ചാർജ് സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്നു. ഡയോഡ് എന്തിനു ഉപയോഗിക്കുന്നു? റെക്ടിഫയർ ആയി ഉപയോഗിക്കുന്നു. ഓക്കെ, പിന്നെ വൈ ഹാഫ് വേവ് റെക്ടിഫയേഴ്സ് ആർ ജനറലി നോട്ട് യൂസ്ഡ് ഇൻ DC പവർ സപ്ലൈ. 33ാമത്തെ ക്വസ്റ്റ്യൻ, വൈ ഹാഫ് വേവ് റെക്ടിഫയർ എന്തുകൊണ്ടാണ് ഉപയോഗിക്കാത്തത്? കാരണം എന്താ? അതിന്റെ പകുതി മാത്രമേ ഔട്ട്പുട്ടിൽ വരുന്നുള്ളൂ, അല്ലേ? നമുക്ക് എന്ത് ചെയ്യണം? ഫുള്ള് കിട്ടുന്ന ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയർ ഉണ്ട്. അപ്പൊ പിന്നെ നമ്മൾ ഹാഫ് വേവ് റെക്ടിഫയർ ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഓക്കെ, അടുത്ത, ഡ്രോ ദ സിംബൽസ് ഓഫ് ദ ഫോളോയിങ് കമ്പോണൻസ്. ഡയോഡ്, ട്രാൻസിസ്റ്റർ, JFET, പിന്നെ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ. ഓക്കെ, അതിന്റെയൊക്കെ ചിത്രം വരച്ച് വിശദീകരിക്കുക എന്നുള്ള, ചിത്രം വരയ്ക്കാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, സിംബലുകൾ. ഓക്കെ, 35ാമത്തെ ക്വസ്റ്റ്യൻ, ട്രാൻസിസ്റ്റർ, പൊട്ടൻഷ്യോമീറ്റർ, കപ്പാസിറ്റർ, ഇൻഡക്ടർ, മോസ്ഫെറ്റ്, ഡയോഡ്. ക്ലാസിഫൈ ദ അബോവ് കമ്പോണൻസ് ആസ് ആക്റ്റീവ് ആൻഡ് പാസീവ്. ആക്റ്റീവും പാസീവായിട്ട് തിരിക്കാം. ഇതിൽ ട്രാൻസിസ്റ്റർ ആക്റ്റീവ് ആണ്, മോസ്ഫെറ്റ് അതായത് അത് ആക്റ്റീവ് ആണ്, ഡയോഡ് ആക്റ്റീവ് ആണ്. പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറയുന്നത് റെസിസ്റ്റർ ആണ്, അല്ലെ? അത് എന്താണ്? പാസീവ് ആണ്. കപ്പാസിറ്റർ പാസീവ് ആണ്. ഇൻഡക്ടർ പാസീവ് കമ്പോണൻസ്. ഡ്രോ ദ സർക്യൂട്ട് ഓഫ് എ ബ്രിഡ്ജ് റെക്ടിഫയർ. ബ്രിഡ്ജ് റെക്ടിഫയറിന്റെ സർക്യൂട്ട് വരയ്ക്കുക. ഹാഫ് വേവ് റെക്ടിഫയറിന്റെ സർക്യൂട്ട് വരയ്ക്കുക. ഓക്കെ, അടുത്ത ഡ്രോ ദ സിമ്പിൾ ഓഫ് വേരിയബിൾ റെസിസ്റ്റർ. വേരിയബിൾ റെസിസ്റ്റൻസ് സിമ്പിൾ വരയ്ക്കുക. ഇൻഡക്ടറിന്റെ സിമ്പിൾ വരയ്ക്കുക. കപ്പാസിറ്ററിന്റെ സിമ്പിൾ വരയ്ക്കുക. ഓക്കെ, പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ദ പീക്ക് വോൾട്ടേജ് ഓഫ് AC സിഗ്നൽ, ഒരു AC സിഗ്നലിന്റെ പീക്ക് വോൾട്ടേജ് 2 വോൾട്ട് ആണെങ്കിൽ അതിന്റെ ടൈം പീരീഡ് 20 മില്ലി സെക്കൻഡും ആണ് എങ്കിൽ എന്താണ്? പീക്ക് വോൾട്ടേജിന്റെ
എ സി സിഗ്നൽ 2 വോൾട്ടേജ് അതിന് ടൈം പീരീഡ് 20 മില്ലി സെക്കൻഡ് ആണെങ്കിൽ ഫൈൻഡ് ദ ഫോളോയിങ് പാരാമീറ്റേഴ്സ് ആൻഡ് മാർക്ക് ദ പാരാമീറ്റേഴ്സ് വേവ്ഫോം. പീക്ക് ടു പീക്ക് കാണാം. ഓക്കെ, പീക്ക് ടു പീക്ക് എങ്ങനെ കാണാം? ഈ 2നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ വാല്യൂവിന് ഈ വോൾട്ടേജിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് പീക്ക് ടു പീക്ക് ആയി. ആവറേജ് വാല്യൂ എങ്ങനെ കാണാം? 0.637. 0.637 കൊണ്ട് എന്ത് ചെയ്യണം? ഈ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. RMS വോൾട്ടേജ് എങ്ങനെ കാണാം? 0.707 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഫ്രീക്വൻസി എങ്ങനെ കാണാം? 1 ടൈം പീരീഡ്. 1 ടൈം പീരീഡ്, അങ്ങനെയാണ് ഫ്രീക്വൻസി നമ്മൾ കാണുന്നത്. നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ്. എവിടെയെന്ന് വെച്ചാൽ പറയാം. ആവറേജ് വാല്യൂ 0.637 ഇൻറ്റു 2 വോൾട്ടേജ് മാക്സിമം വോൾട്ടേജ്. RMS വാല്യൂ 0.707 ഇൻറ്റു മാക്സിമം വാല്യൂ. അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? നമുക്ക് ഈ പറഞ്ഞ വാല്യൂസ് കിട്ടും. പിന്നെ 39ാമത്തെ ക്വസ്റ്റ്യൻസ് ഒരു 10 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കാം കേട്ടോ. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ അബൌട്ട് കണ്ടക്ടർ എന്താണ്, ഇൻസുലേറ്റർ എന്താണ്, സെമി കണ്ടക്ടർ എന്താണെന്ന് പറയാം അല്ലെ. കണ്ടക്ടർ എന്താണ്? കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റിയെ കടത്തിവിടുന്ന ഇലക്ട്രിക്കൽ എന്നാണ് മെറ്റീരിയലിനാണ് കണ്ടക്ടർ എന്ന് പറയുന്നത്. ഇലക്ട്രിസിറ്റിയെ പാസ് ചെയ്യിക്കാത്ത മെറ്റീരിയൽസ് ഇൻസുലേറ്റർ എന്ന് പറയും. സെമി കണ്ടക്ടർ എന്താണ്? ഇറ്റ്സ് കണ്ടക്ടിവിറ്റി ലൈസ് ബിറ്റ്വീൻ കണ്ടക്ടർ ആൻഡ് ഇൻസുലേറ്റർ. എന്നിട്ട് എന്ത് ചെയ്യുക? ഓരോന്നിനും ഉദാഹരണം കൊടുക്കുക. കണ്ടക്ടറിന് ഉദാഹരണം അലുമിനിയം, കോപ്പർ. ഇൻസുലേറ്ററിന് ഉദാഹരണം പ്ലാസ്റ്റിക്, ഡ്രൈവുഡ്. സെമി കണ്ടക്ടറിന് ഉദാഹരണം സിലിക്കൺ, ജർമേനിയം. 40 ഡാഷ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് DC സോഴ്സ്. DC സോഴ്സിന് ഉദാഹരണം ബാറ്ററി. 42ാമത്തെ ക്വസ്റ്റ്യൻ നെയിം ദ ഇലക്ട്രോണിക് കമ്പോണന്റ് യൂസ്ഡ് ഫോർ ലിമിറ്റിംഗ് കറന്റ് ഫ്ലോ. കറന്റ് ഫ്ലോയെ ലിമിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസ് ഏതാണ്? റെസിസ്റ്റർ. ഓക്കെ, അടുത്ത ഡിഫൈൻ. 49ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഡിഫൈൻ ഓംസ് ലോ. ഓംസ് ലോ എന്താണെന്ന് വിശദീകരിക്കാം. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് കാര്യങ്ങളുണ്ടല്ലേ. യെസ്. ഇവിടെ അടുത്തൊരു ചോദ്യം, പിന്നെ ദ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് വേവ് ഫോം ഓഫ് റെക്ടിഫയർ ഈസ് ഗിവൺ ബിലോ. ഇത് തന്നിരിക്കുന്ന ഇൻപുട്ട് വേവ് ഫോം ആണ്. മുകളിലത്തുള്ള ഇൻപുട്ട് വേവ് ഫോം, താഴെയുള്ളത് ഔട്ട്പുട്ട് വേവ് ഫോം ആണ്. ഇത് ഏത് റെക്ടിഫയർ ആണെന്നാണ് ചോദിക്കുന്നത്. ഏത് റെക്ടിഫയറാ? ഒരു ഹാഫ് മാത്രം ഇവിടെ കാണുന്നുള്ളൂ അല്ലേ. ഇവിടെ ഒരു ഹാഫേ ഉള്ളൂ, ഇവിടെ ഒരു ഹാഫേ ഉള്ളൂ. അതായത് ഈ ഹാഫ്, പകുതി ഹാഫ് കാണാനില്ല. അപ്പോൾ അതിനെ നമ്മൾ എന്ത് പറയും? ഹാഫ് വേവ് റെക്ടിഫയർ എന്ന് പറയും. എന്ത് പറയും? ഹാഫ് വേവ് റെക്ടിഫയർ. ഇത് ഇങ്ങനെ ഒരു വേവ് ഫോം കിട്ടാൻ ഏത് റെക്ടിഫയർ ആണ്, ഏത് ഡിവൈസ് ആണ് ഉപയോഗിക്കുക? ഇങ്ങനെ ഒരു വേവ് ഫോം കിട്ടാനെങ്കിൽ നമ്മൾ ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയർ ഉപയോഗിക്കണം. എന്തുപയോഗിക്കണം? ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയർ. അടുത്ത് ഫൈൻഡ് ദ ടൈം പീരീഡ് ഓഫ് എ സിനുസോയ്ഡൽ വേവ് ഫോം ഹാവിംഗ് ഫ്രീക്വൻസി. 100 ഹെർട്സ് ഫ്രീക്വൻസി ഉള്ള ഒരു വേവ് ഫോമിന്റെ ടൈം പീരീഡ് എങ്ങനെ കാണാം? 1/100. ഓക്കെ, അതാണ് 1/100 എന്ന് പറഞ്ഞിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് അതിന്റെ വാല്യൂ അവിടെ എഴുതാം. നാൽപ്പത്തെട്ടാമത്തെ ക്വസ്റ്റ്യൻ ഡ്രോ എൻ AC വേവ് ഫോം. ഒരു AC വേവ് ഫോം വരയ്ക്കുക. ലിസ്റ്റ് ഔട്ട് വേരിയസ് പാരാമീറ്റേഴ്സ് അസോസിയേറ്റഡ് വിത്ത്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പാരാമീറ്ററുകൾ ഇത്. അങ്ങനെ ഒരു AC വേവ് ഫോം വരയ്ക്കുക. ആദ്യമായിട്ട് എങ്ങനെ വേവ് ഫോം വരയ്ക്കുക? നമ്മൾ ചിത്രത്തിൽ കാണുന്ന പോലെയുള്ള ഒരു വേവ് ഫോം. എവിടെ? നമ്മൾ ചിത്രത്തിൽ കാണുന്നില്ലേ, വേവ് ഫോം കാണുന്നില്ലേ? അതായത് ഇതാണ് ACയുടെ വേവ് ഫോം എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും മുകളിൽ പീക്ക് വാല്യൂ, തൊട്ട് താഴെ RMS വാല്യൂ, അതിന്റെ തൊട്ട് താഴെ ആവറേജ് വാല്യൂ, ഇത് സെൻട്രൽ ലൈൻ. ഓക്കെ, ഈ സിഗ്നലിന്റെ അടിഭാഗം മുതൽ മുകൾ ഭാഗം വരെയുള്ള നമ്മൾ പീക്ക് ടു പീക്ക് വോൾട്ടേജ് എന്ന് പറയും. പീക്ക് ടു പീക്ക് വോൾട്ടേജ്. ഓക്കെ, കുറച്ചുകൂടെ 5 മിനിറ്റ് നമുക്ക് തീർക്കാം കേട്ടോ. ഡിഫൈൻ ദ ടൈം ഡോപ്പിംഗ്. ഡോപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ മുമ്പ് ഒരു ക്വസ്റ്റ്യൻ. റെസിസ്റ്റൻസ് ഓഫ് 800 ohm is connected across a voltage supply of 200 volt. Calculate the current through the circuit. അതായത് റെസിസ്റ്റൻസ് R തന്നിട്ടുണ്ട്, വോൾട്ടേജ് V തന്നിട്ടുണ്ട്, I കാണണം. അങ്ങനെ I കാണും. I ഈക്വൽ ടു എങ്ങനെയാണ്? V/R എന്നുള്ള ആ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇക്വേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമുക്ക് റിസൾട്ട് കിട്ടും. സിമ്പിൾ മാത്തമാറ്റിക്സ്.
51ാമത്തെ ക്വസ്റ്റ്യൻ, ഡിഫൈൻ ദ ടൈം ഡോപ്പിംഗ്. ഡോപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആഡ് ഇമ്പ്യൂരിറ്റീസ് ചേഞ്ച് കറണ്ട് കണ്ടക്ട് ഡിഫറെന്റ്. ഓക്കെ, പിന്നെ ഉള്ളത് വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇമ്പ്യൂരിറ്റി. ഏതൊക്കെ തരത്തിലുള്ള ഇമ്പ്യൂരിറ്റീസ് ഉണ്ട്, ഏതൊക്കെ തരത്തിലുള്ള ഇമ്പ്യൂരിറ്റീസ് ഉണ്ട്? പെന്റാവാലന്റ്, ട്രൈവാലന്റ്. അതിനുള്ള ഉദാഹരണം ഉണ്ടല്ലോ, ഓർമ്മയുണ്ടോ ഉദാഹരണം ഏതൊക്കെയാണെന്നുള്ളത്? അതിനുള്ള ഉദാഹരണങ്ങൾ നമ്മളിവിടെ കാണാം. സെമി കണ്ടക്ടർ എന്നുള്ള ഉദാഹരണം, ഡോപ്പിംഗ് നമ്മൾ മനസ്സിലാക്കി. ഇതാ എൻ ടൈപ്പിൽ നമ്മൾ പെന്റാവാലന്റ് ആണ് ഉപയോഗിക്കുന്നത്, ഇമ്പ്യൂരിറ്റീസ് ആണ് ഉപയോഗിക്കുന്നത്. അതായത് ഇലക്ട്രോൺസ് കൂടുതൽ വേണം അല്ലെ. അപ്പം 4 ഇലക്ട്രോൺസ് ആണ് ഷെയർ ചെയ്യുക, 1 കൂടുതലോ, 1 ഇലക്ട്രോൺസ് കൂടുതലാവും. അപ്പൊ എന്തായിരിക്കും? പെന്റാവാലന്റ് ആണ് ഉപയോഗിക്കുക. ഉദാഹരണമാണ് ആർസെനിക്, ആന്റിമണി, ഫോസ്ഫറസ്. ഓക്കെ, ഇനി പി ടൈപ്പിലാണെങ്കിലോ, പി ടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോൾസ് ആണ് അല്ലെ, ഹോൾസ് ആണ്, ഒരു വേക്കൻസിയാണ് ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ 3 ഇലക്ട്രോൺസ് ആണ് ഉണ്ടാവുക. അതുകൊണ്ട് നമ്മൾ ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റീസ് ഉപയോഗിക്കും. ഗാലിയം, ഇൻഡിയം, ബോറോൺ എന്നീ 3 മെറ്റീരിയൽസ് ആണ് സാധാരണ സെമി കണ്ടക്ടർ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. എക്സ്പ്ലെയിൻ ദ ഫോർമേഷൻ ഓഫ് പി ടൈപ്പ് സെമി കണ്ടക്ടർ. പി ടൈപ്പ് സെമി കണ്ടക്ടർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ഒരു പി ടൈപ്പ് ജംഗ്ഷനും എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? പി ടൈപ്പ് സെമി കണ്ടക്ടർ എങ്ങനെ ഉണ്ടാക്കുന്നത്? അതാണ് ഇവിടെ നമ്മൾ പറഞ്ഞത് അല്ലേ. പി ടൈപ്പ് സെമി കണ്ടക്ടർ നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊരു ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യും അല്ലേ. ഏതാണ് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുക? ഗാലിയം, ഇൻഡിയം, ബോറോൺ എന്നുള്ള ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? പി ടൈപ്പ് സെമി കണ്ടക്ടർ ഉണ്ടാക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ബൈപോളാർ. അത് നമ്മൾ എടുത്തിട്ടില്ല, ചാപ്റ്റർ എടുത്തിട്ടില്ല. ഓക്കെ, ഡിഫൈൻ ദ ടൈം കറണ്ട്. എ ഡി സി വോൾട്ടേജ് സോഴ്സ് ആൻഡ് പി എൻ ജംഗ്ഷൻ ഡയോഡ് ആർ ഗിവൺ. അതായത് നിങ്ങളുടെ അടുത്ത് ഒരു ഡയോഡ് തന്നിരിക്കുന്നു, ഒരു ബാറ്ററിയും തന്നിരിക്കുന്നു. ഡയോഡിന്റെ ബയാസിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പ്ലെയിൻ ബ്രീഫ്ലി അബൌട്ട് ടൈപ്സ് ഓഫ് ബയാസിംഗ് വിത്ത് സ്കീമാറ്റിക് ഡയഗ്രാം. അത് 2 തരത്തിലുള്ള ബയാസിംഗ്. ഡയോഡ്, അതായത് ഒരു ഡയോഡിനെ ഒരു സർക്യൂട്ടിൽ കണക്ട് ചെയ്യുന്ന രീതിയെയാണ് ബയാസിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഏതൊക്കെ തരത്തിലുള്ള ബയാസിംഗ് ഉണ്ട്? ഫോർവേഡ് ബയാസിംഗ് ഉണ്ട്, റിവേഴ്സ് ബയാസിംഗ് ഉണ്ട് അല്ലെ. ഫോർവേഡ് ബയാസിംഗും റിവേഴ്സ് ബയാസിംഗും നമ്മൾ പഠിച്ചതാണ്. ഫോർവേഡ് ബയാസിംഗ് എന്നുള്ളത് ഇതാണ് ഡയോഡിന്റെ ഫോർവേഡ് ബയാസിംഗ്. അതായത് ഡയോഡിന്റെ പോസിറ്റീവ് ബാറ്ററിയുടെ പോസിറ്റീവ് കണക്ട് ചെയ്യുക, ബാറ്ററിയുടെ നെഗറ്റീവ് ഡയോഡിന്റെ നെഗറ്റീവിൽ കണക്ട് ചെയ്യുക. അതാണ് ഫോർവേഡ് ബയാസിംഗ്. റിവേഴ്സ് ബയാസിംഗിൽ എന്താണ്? റിവേഴ്സ് ബയാസിംഗിൽ ബാറ്ററിയുടെ നെഗറ്റീവ് ഡയോഡിന്റെ പോസിറ്റീവിലും ബാറ്ററിയുടെ പോസിറ്റീവ് ഡയോഡിന്റെ നെഗറ്റീവ്, അത് ഓപ്പോസിറ്റ് പൊളാരിറ്റി കണക്ട് ചെയ്താൽ എന്താവും? റിവേഴ്സ് ബയാസിലാവും. റിവേഴ്സ് ബയാസിൽ ഡയോഡ് എന്തായിരിക്കും? ഓഫ് ആകും. ഓക്കെ, 56ാമത്തെ ക്വസ്റ്റ്യൻ, ദ നീ വോൾട്ടേജ് ഓഫ് സിലിക്കൺ ഡയോഡ് ഈസ് 0.7 വോൾട്ട്. സിലിക്കൺ ഡയോഡിന്റെ നീ വോൾട്ടേജ് 0.7 ആണ്. അതുപോലെ ജർമേനിയത്തിൻ്റെത് 0.3 ഓക്കെ, മെൻഷൻ ദ സിഗ്നിഫിക്കൻസ് ഓഫ് നീ വോൾട്ടേജ്. നീ വോൾട്ടേജിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ് എന്നാണ് ചോദിക്കുന്നത്. നീ വോൾട്ടേജ് സിഗ്നിഫിക്കൻസ് എന്താണ്? നീ വോൾട്ടേജ് എത്തുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഒരു ഡയോഡ് ഓൺ ആകുന്നത്. അല്ലെങ്കിൽ നീ വോൾട്ടേജ് എത്തുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? അതായത് ഇപ്പൊ നമ്മൾ ഒരു ഡയോഡിലേക്ക് ഒരു വോൾട്ടേജ് കൊടുത്തു, അത് 0.7 ആകുമ്പോഴേ എന്താവുന്നുള്ളൂ? ഡയോഡിനുള്ളിലൂടെ കറണ്ട് സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ. അതായത് ഡയോഡ് ഓൺ ആവുകയുള്ളൂ. ഓക്കെ, ഇൻ ട്രാൻസിസ്റ്റർ emitter current is 3 milliampere and base current is 20 milliampere. Find out the collector current. നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് IE, അതായത് എമിറ്റർ കറണ്ട് ഈക്വൽ ടു ബേസ് കറണ്ട് അല്ലേ. ബേസ് കറണ്ട് പ്ലസ് IB പ്ലസ് IC കളക്ടർ കറണ്ട്. അതായത് എമിറ്റർ കറണ്ട് ഈക്വൽ ടു IB പ്ലസ് IC. ഇവിടെ തന്നിരിക്കുന്നത് എമിറ്റർ കറണ്ട് 3 മില്ലിയാമ്പർ എന്ന് തന്നിട്ടുണ്ട്, ഇത് തന്നിട്ടുണ്ട്. ബേസ് കറണ്ട് 20 മൈക്രോ ആംപിയറും തന്നിട്ടുണ്ട്, IBയും തന്നിട്ടുണ്ട്. അതായത് ICയും IBയും തന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ IC കണ്ടുപിടിക്കും? എങ്ങനെ കണ്ടുപിടിക്കുക? കലക്ടർ കറണ്ടാണ് കാണാൻ പറഞ്ഞത്. ഫൈനൽ കലക്ടർ. അപ്പൊ IC ഈക്വൽ ടു എന്താണ്? IE മൈനസ് IB. ഇങ്ങനെയാണ് അത് വരിക, ഇക്വേഷൻ വരിക. ഓക്കെ, IC കാണാനുള്ള ഇക്വേഷൻ എന്തായിരിക്കും? അതായത് ഇത് നമ്മൾ ഡെറൈവ് ചെയ്ത് ഉണ്ടാക്കണം. അതായത് 3 ടേം ഉണ്ടായാലും 2 ടേം തന്നാൽ 3ാമത്തെ ടേം കണ്ടുപിടിക്കാമല്ലോ.
ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ഉള്ളത്. ബാക്കി നമ്മൾ ചെറിയ ചെറിയ കുറച്ച് SCR ഡയാക്ക് ട്രാക്ക് നമ്മൾ എടുത്തിട്ടില്ല. അത് നമ്മൾ എന്ത് ചെയ്യും, അതിന്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ നമ്മൾ അത് എടുക്കും. പിന്നെ അതുകൂടി ഉണ്ടായിരുന്നില്ല, മറന്നുപോയി. അപ്പോൾ റൈറ്റ് എനി ഇതിന്റെ ഭാഗത്തുള്ള ഒരു സെക്ഷനാണ്, ടോപ്പിക്കാണ് പിന്നെ CRO, കാഥോഡ് റേ ഓസിലോസ്കോപ്പ്. നമുക്കൊരു 3-4 മിനിറ്റ് കൂടി ഉണ്ട്. റൈറ്റ് എനി ഫോർ യൂസ് ഓഫ് CROയുടെ 4 ഉപയോഗങ്ങൾ എഴുതുക. ഓക്കെ, പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, കറണ്ട് കാണാൻ, അല്ലെങ്കിൽ കറണ്ട് ഏതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള CROയുടെ 4 ഉപയോഗങ്ങൾ പറഞ്ഞു. യെസ്, CROയുടെ 4 ഉപയോഗങ്ങൾ പറഞ്ഞു. ഏതൊക്കെയാണ്? അവിടെ കാണാം. ഇൻ ദ വേവ് ഫോം കാഥോഡ് ഓസിലോസ്കോപ്പ് വി ക്യാൻ അനലൈസ് ദ പ്രോപ്പർട്ടീസ് ഓഫ് ആംപ്ലിറ്റ്യൂഡ്, ഫ്രീക്വൻസി, ടൈം ഇന്റർവൽ. ഒന്നെന്താണ്, ഒന്ന് സിഗ്നലിനെ കാണാൻ പറ്റും അല്ലെ, ഏത് സിഗ്നലിനാണ് നമുക്ക് കാണാൻ പറ്റും. ഇലക്ട്രോണിക് ഡിവൈസസ് വിച്ച് ഡിസ്പ്ലേ ദ ടൈം വേരിയിങ് സിഗ്നൽ, സിഗ്നലിനെ കാണാൻ പറ്റും എന്നുള്ളത്. രണ്ടാമത്തെ അതിന്റെ ആംപ്ലിറ്റ്യൂഡ് കാണാൻ പറ്റും, ഫ്രീക്വൻസി കാണാൻ പറ്റും, അതുപോലെ ടൈം ഇന്റർവലും കാണാൻ പറ്റും. അപ്പൊ മൊത്തം 4 പോയിന്റായി. ഓക്കെ, ചോദ്യം അടുത്ത്. യു ഹാവ് ഫാബ്രിക്കേറ്റഡ് ബ്രിഡ്ജ് സർക്യൂട്ട്. നിങ്ങളൊരു ബ്രിഡ്ജ് സർക്യൂട്ട് നമ്മൾ ചെയ്തു. ടു ഒബ്സർവ് ദ ഔട്ട്പുട്ട് വേവ് ഫോം വിച്ച് ഇൻസ്ട്രുമെന്റ് വിൽ യൂസ്. അത് ആ സിഗ്നലിനെ ഒബ്സർവ് ചെയ്യാൻ ഏത് ഇൻസ്ട്രുമെന്റ് ആണ് നമ്മൾ ഉപയോഗിക്കുക, ഏത് ഇൻസ്ട്രുമെന്റ് ആണ് നമ്മൾ ഉപയോഗിക്കുക? CRO. റൈറ്റ് എ ബ്രീഫ് നോട്ട് ഓൺ സെയിം എക്യുപ്മെന്റ്. ആ CROയെ കുറിച്ച് എന്ത് ചെയ്യുക, ഒരു നോട്ട് തയ്യാറാക്കുക. അടുത്ത മൂന്നാമത്തെ നമ്മൾ പറഞ്ഞു, നെയിം ദ പാരാമീറ്റേഴ്സ് വിച്ച് ക്യാൻ ബി മെഷർഡ് യൂസിങ് CRO ഉപയോഗിച്ച് ചെയ്യാവുന്ന പാരാമീറ്ററുകൾ ഏതൊക്കെയാണ്? പിന്നെ ആംപ്ലിറ്റ്യൂഡ്, ഫ്രീക്വൻസി, ടൈം ഇന്റർവൽ. ക്ലാസിഫൈ ഓസിലോസ്കോപ്പ് ആൻഡ് എക്സ്പ്ലെയിൻ ഈച്ച് ടൈപ്പ്. ഏതൊക്കെ തരത്തിലുള്ള ഓസിലോസ്കോപ്പുകൾ ഉണ്ട് നമ്മളിവിടെ കണ്ടു കഴിഞ്ഞു. ഏതൊക്കെയാണ് അല്ലെ? അനലോഗ് ഓസിലോസ്കോപ്പ്, ഡിജിറ്റൽ ഓസിലോസ്കോപ്പ്, ഡിജിറ്റൽ സ്റ്റോറേജ് ഓസിലോസ്കോപ്പ്. ഇത് മൂന്നിനെ കുറിച്ചും പിന്നെ ഇത് എക്സ്പ്ലെയിൻ ഈച്ച് ടൈപ്പ്, ഓരോന്നിനെ കുറിച്ചും ഓരോ സെന്റൻസ് വീതം എഴുതുക. വാട്ട് ഇസ് സിഗ്നൽ ജനറേറ്റർ? സിഗ്നൽ ജനറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ലിസ്റ്റ് ഔട്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സിഗ്നൽ ജനറേറ്റേഴ്സ്. നമ്മൾ ഇതിന്റെ അവസാനം നമ്മൾ പഠിച്ചു സിഗ്നൽ ജനറേറ്റർ. ഏതൊക്കെ തരത്തിലുള്ള സിഗ്നൽ ജനറേറ്റർ ഉണ്ട്, ഏതൊക്കെ തരത്തിലുണ്ട്? ഫംഗ്ഷൻ ജനറേറ്റർ ഉണ്ട്, സ്വീപ്പ് ജനറേറ്റർ ഉണ്ട്, പൾസ് ജനറേറ്റർ ഉണ്ട്. ഈ മൂന്നിനെ കുറിച്ചും എന്ത് ചെയ്യുക, എക്സ്പ്ലനേഷൻ ചെയ്യുക എന്നുള്ളതാണ്. ക്ലാസിഫൈ ഓസിലോസ്കോപ്പ് നമ്മൾ പറഞ്ഞു. വാട്ട് ഇസ് സിഗ്നൽ ജനറേറ്റർ? ലിസ്റ്റ് ഔട്ട്, അത് നമ്മൾ എഴുതി കഴിഞ്ഞു. വാട്ട് ഇസ് യൂസ് ഓഫ് UPS ഇൻ എ ഹോസ്പിറ്റൽ? നമ്മൾ കഴിഞ്ഞ ക്ലാസ് എടുത്താണ് ഇല്ല. ഒരു ഹോസ്പിറ്റലിൽ UPSന്റെ ആവശ്യകത എന്താണ് നമ്മൾ പറയുന്നത്? ഇമ്പോർട്ടൻസ് ഓഫ് UPS ഇൻ എ ഹോസ്പിറ്റൽ എന്താണ്? They provide an operating theatre room and other critical care without ഓക്കെ, അപ്പൊ ഇത്രയൊരു പിന്നെ എന്താണ് ക്രിട്ടിക്കൽ കെയർ, അതുപോലെ ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ കറണ്ട് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവിടെയൊക്കെ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാകും. അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് നമ്മൾ പിന്നെ UPS ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്നത്. എക്സ്പ്ലെയിൻ ദി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് UPS സിസ്റ്റം. ഏതൊക്കെ തരത്തിലുള്ള UPSകളുണ്ട്? ഏതൊക്കെയാണ്? ഓൺലൈൻ UPS, ലൈൻ ഇന്ററാക്റ്റീവ്, സ്റ്റാൻഡ് ബൈ. ഈ 3 ടൈപ്പാണുള്ളത്. ഈ 3 ടൈപ്പിനെ കുറിച്ചും എന്ത് ചെയ്യണം, നമ്മൾ ഓരോന്നിനെ കുറിച്ചും ഓരോ സെന്റൻസ് നമ്മൾ പഠിച്ചു വെക്കണം. ഓക്കെ, മറ്റേ എന്താണ് ഡബിൾ കൺവേർഷൻ, അതായത് ഓൺലൈൻ UPSനെ കുറിച്ചും, അതുപോലെ എന്താണ് ലൈൻ ഇന്ററാക്റ്റീവ് UPSനെ കുറിച്ചും, അതുപോലെ ഓഫ്ലൈൻ സേഫ്റ്റി, പിന്നെ സ്റ്റാൻഡ് ബൈ UPSനെ കുറിച്ച് നമ്മൾ പഠിക്കാം. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇതിൽ നിന്നുള്ള 30 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് എന്ത് ചെയ്യുക, അന്നത്തെ പരീക്ഷയ്ക്ക് വരിക. അപ്പൊ നന്നായി പഠിക്കുക. ഓക്കെ.